പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന വീടുകളുടെ ആശ്വാസന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗ്ഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് മൗനമായി ഇപ്പോൾ സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നമ്മുടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദൈവത്തിന് എങ്ങനെയും നമ്മുടെ വിഷയത്തിൻ്റെ മേലെ ദൈവികമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുക. ഏത് തരത്തിലാണെങ്കിലും ദൈവം ഒരു തീരുമാനം ഉണ്ടാക്കിയാലും മതി. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, രോഗം എന്തോ എന്നെ പിടിച്ചോട്ടെ, നമ്മുടെ വിഷയത്തിൽ ദൈവം ഇടപെടണം. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഓപ്പണായിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ളൊരു നിലപാടതാണ്. ദൈവം എൻ്റെ വിഷയത്തിൽ ഇടപെടണം. വാട്ട് വിൽ ബി ദി ഇഫക്റ്റ്, അതിൻ്റെ ഇഫക്റ്റ് എന്തോ ആയിക്കോട്ടെ. അത് ചിലപ്പോഴും ആദ്യം നെഗറ്റീവ് ആകാം, അതിനുശേഷം അത് പോസിറ്റീവായിട്ട് വരാം. അതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ഭാഗമാണ്. മാനുഷികമായിട്ട് നമ്മൾ അതിനെ കാണേണ്ട കാര്യമില്ല. പക്ഷേ ദൈവം ഇടപെടണം. എന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണല്ലോ. ഉടമ്പടി പോലെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്ന ഒരു ആധ്യാത്മിക പദ്ധതി നമ്മുടെ അറിവിലില്ല. അത്രയും സുനിശ്ചിതമായ രീതിയിലാണ് ദൈവം ഉടമ്പടിയിൽ നമ്മൾ ആ ഉടമ്പടിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയാണെങ്കിൽ. ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താ, ഉടമ്പടി ചെയ്യുന്നുണ്ട് എല്ലാവരും, പക്ഷേ വാട്ട് ഇസ് സ്പിരിറ്റ് ഓഫ് ദി കവനന്റ്? ഉടമ്പടിയുടെ സ്പിരിറ്റ് എന്താണ്? ഉടമ്പടിയുടെ സ്പിരിറ്റ് നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു മനസ്സിൻ്റെ സമർപ്പണമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ആമേൻ. ബേസിക്കായിട്ട് നമ്മൾ വിശ്വാസി എന്താണ് ആർജിക്കേണ്ടത്? വിശ്വാസം ഒരു ദൈവാർജിതമായിട്ടുള്ളൊരു മാർഗമാണ്, ദൈവത്തെ ആർജിക്കാനുള്ള ഒരു മാർഗമാണ്. വിശ്വാസി ബേസിക്കായിട്ട് എന്താണ് ആർജിക്കേണ്ടത്? ഏത് കാലാവസ്ഥയിലും ദൈവത്തിൻ്റെ ഹിതത്തിൽ സന്തോഷിക്കാനുള്ള ആർജവം ഉണ്ടാകണം. ഏത് കാലാവസ്ഥ, ഇപ്പം വർഷം വന്നു, നമ്മൾ വർഷത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. മൺസൂൺ ഒത്തിരി സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാവരും വർഷം നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന കാരണം, പ്രളയവും പരാധീനതയൊക്കെ കാരണം നമുക്ക് വർഷം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് കൊച്ചു പെരകളിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലവിടെ ചോറ് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോറ്റുപാത്രത്തിൽ വെള്ളം വീഴും. എൻ്റെ കുഞ്ഞുനാളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു ഓർമ്മകളൊക്കെ വർഷത്തെ അത്ര കണ്ട് സ്വാഗതം ചെയ്യുന്നതല്ല. നാട്ടിൽ മുഴുവനും വെള്ളമായിരിക്കും. അത് ഒരു 4 മാസമൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ നീന്തി നടക്കേണ്ടി വരും. പറമ്പിൽ കര കാണത്തില്ല, കാരണം തോടൊന്നല്ലേ സ്ഥലം, തോടാണ് മുഴുവനും. അപ്പം അത് വർഷത്തിങ്ങനെ നിറഞ്ഞു കിടക്കും. പിന്നെ കാലിൽ ചൊറി, അതുപോലെ തന്നെ വളങ്കടി. ഇപ്പോഴൊക്കെ വളങ്കടി ഇല്ലല്ലോ, പണ്ട് വളങ്കടി ഉണ്ടായിരുന്നു, ഇപ്പോഴും ചിലയിടത്തൊക്കെ ഉണ്ട് വളങ്കടി. അതിങ്ങനെ കാലൊക്കെ ഇങ്ങനെ വിണ്ട് കീറി പഴുത്തിരിക്കും. രാത്രി കൊണ്ടുവന്ന് മണ്ണെണ്ണ വിളക്കേ വെച്ചോളും. കാല് നീട്ടി മണ്ണെണ്ണ വിളക്ക്, കാര്യം കടിച്ചിട്ടേ വേദനിച്ചിട്ട് ചൊറിഞ്ഞിട്ട് അവസാനം മണ്ണെണ്ണ വിളക്കായിരിക്കുമല്ലോ അന്ന് ഉപയോഗിക്കണത്. അപ്പോൾ ആ മണ്ണെണ്ണ വിളക്കെ കാല് കാണിച്ചു കൊടുക്കും. 10-40 കൊല്ലം മുമ്പുള്ള 10-60 കൊല്ലം മുമ്പുള്ള ചരിത്രമാണ് പറയണത്. അപ്പോൾ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തോ ഒരു വലിയ സങ്കടം വരും. മഞ്ഞുകാലത്ത് ചുമയും പനിയും കുരയുമായിട്ട് വേറൊരു സങ്കടം. അതെന്നാലും മഞ്ഞുകാലം കുറച്ചൊരു മെച്ചമാണ്. വേനൽക്കാലത്ത് കൊടും ചൂടാണ്, ശരിക്കും പറഞ്ഞാൽ കൊടും ചൂടാണ്. എന്നാലും രാവിലെയും വൈകുന്നേരം വരെ കുഴപ്പമില്ല. രാത്രി കിടക്കുമ്പോൾ ചൂടാണ്. ഇപ്പോൾ ഒരു കാലാവസ്ഥയും അങ്ങനെ ഫുള്ളായിട്ട് ബെറ്റർ അല്ലല്ലോ, ആണോ? ഒരു കാലാവസ്ഥയും ഫുള്ളായിട്ട്
മെച്ചമാണെന്ന് പറയാൻ പറ്റുക. താരതമ്യേന മോശമല്ല, നോട്ട് ദാറ്റ് ബാഡ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ജീവിതം ഇതുപോലെ തന്നെയാണ്. ജീവിതത്തിൽ ഒരു കാലാവസ്ഥയും നിങ്ങൾ അതിൻ്റെ അനുഭവങ്ങളെയാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലാവസ്ഥകൾ എല്ലാം നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ല. അനുഭവങ്ങളെയാണ്, ഒരു നല്ല അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ വിൽ നോട്ട് ബി ദാറ്റ് സാറ്റിസ്ഫൈഡ്. നമുക്കത്രയും സന്തോഷമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. വചനം പറയണത് വാട്ട് മേ ബി ദ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്താലും നിങ്ങൾ ദൈവത്തിൽ, നിങ്ങളുടെ മനസ്സ് ദൈവത്തിലായിരിക്കണമെന്നാണ്. അതാണ് ബൈബിൾ പറയണത്. ഓരോ കാലങ്ങൾ. നടപടി പുസ്തകം 17:25 ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി, ഒന്ന് പറഞ്ഞ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. കണ്ണീരാകാം, സന്തോഷമാകാം. അപ്പോൾ ആ കാലത്തിൽ കൂടെ കണ്ണീരിന് പ്രാധാന്യം കൊടുത്തിട്ട് കാലത്തെ സമീപിക്കരുത്, സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് കാലത്തെ സമീപിക്കരുത്. പിന്നെ ആർക്ക് പ്രാധാന്യം കൊടുക്കണം? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. കൈയടിച്ച് കർത്താവിനെ ജീവിതത്തിൽ മാത്രം ലക്ഷ്യം വെച്ച് ആരാധനയിലൂടെ അഭിഷേകം നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11:37, യോഹന്നാൻ 11:37 ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കരയുന്ന ക്രിസ്തുവിനെ കാണിക്കുന്നുണ്ട്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണത്. Then Jesus wept. ബൈബിളിലെ ഈ 3 ലക്ഷത്തോളം വചനങ്ങളുള്ള ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണ്. 11:35 വായിക്കുന്നത് Then Jesus wept. അപ്പോൾ അവൻ കരഞ്ഞു. അതാണ്. അപ്പോൾ കർത്താവും നമ്മുടെ കരച്ചിലിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബാഡ്. കരച്ചിൽ മോശമുള്ള കാര്യമായിട്ട് എടുക്കണില്ല. മനസ്സിലായി? നമ്മുടെ കരച്ചിലിനോട്, എല്ലാ കരച്ചിലിനോടും കർത്താവ് ഐക്യദാർഢ്യം പുലർത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദൈവം നമ്മുടെ കരച്ചിലും ഏറ്റെടുത്തിരിക്കുന്നു. കൈ ഇടിച്ച് കർത്താവ് നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാ നിന്നെ കേൾക്കാ ആരാധിച്ചീടാ. കരയല്ലേ തളരല്ലേ, നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാ നിന്നെ കേൾക്കാ നാഥനുണ്ടിവിടെ. ഇന്നത്തെ ദിവസം നമ്മൾ താബോർ മലയിൽ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ താബോർ മലയുടെ മുകളിലേക്ക് കയറി യാക്കോബ്, യോഹന്നാൻ, പത്രോസ് 3 പേരുടെ കൂടെ പ്രാർത്ഥിച്ചതാണ് അച്ഛൻ വായിച്ച് നമുക്ക് രാവിലെ കുർബാനയ്ക്ക് പറഞ്ഞു തന്നത്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? ഞാനീ താബോർ മലയിൽ കർത്താവ് പ്രാർത്ഥിച്ച സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറോളം ഞാൻ അവിടെ നിന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരെ വിട്ടിട്ട് ഞാൻ മാറി വേറെ സ്ഥലത്ത് നിന്ന് താബോറിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മുകളിലെ മലകളിലെ കുറച്ച് സ്ഥലം, ഒരു 2 ഏക്കർ 1 ഏക്കർ സ്ഥലം മാത്രമേ ഒരു പരന്ന സ്ഥലമുള്ളൂ. പള്ളിയാണ്. കർത്താവ് രൂപാന്തരപ്പെട്ട സ്ഥലത്ത് വലിയൊരു ദേവാലയമാണ്. അതിനകത്ത് മോശയും ഏലിയായും കർത്താവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ പുറത്ത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതിൻ്റെ ഇടതുവശത്തേക്കാണ് ന്യായം എന്നൊരു സ്ഥലമുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതാ ഓർത്തത് അവിടെ വെച്ച്. ആ പട്ടണങ്ങളൊക്കെ ഏറെക്കുറെ എനിക്ക് പണ്ട് പഠിച്ചിട്ടുള്ള കാരണം എനിക്ക് അറിയാം. താബോറിൻ്റെ ഓരോ സ്ഥലത്ത് എവിടെയാണ് ഹെർമോൺ. ഞാൻ ഹെർമോൺ കിഴക്ക് ഹെർമോണിലേക്ക് നോക്കുമ്പോൾ അവിടെ മഞ്ഞ് പോലെ ഇങ്ങനെ ഷാഡോ ചെയ്ത് കിടക്കുന്ന സ്ഥലം.
ഇടതുവശത്ത് താഴേക്ക് നോക്കുമ്പോൾ നായിം പട്ടണം. ഈ നായിം പട്ടണത്തിൽ ഒരിക്കൽ കർത്താവ് നടന്നു വരുന്ന, കർത്താവ് ഇങ്ങനെ വഴിയിലേക്ക് കയറി വരുമ്പോൾ ഒരു ശവപ്പെട്ടി വരുന്നു. ഉടനെ ബൈബിൾ പറയണത് ശവപ്പെട്ടിയിൽ ഉള്ള ആൾ ഒരു വിധവയുടെ ഏക മകനാണ്. അത് കർത്താവ് മനസ്സിലാക്കി. ആ ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്ന യുവാവ് ഒരു വിധവയുടെ മകനാണെന്ന് കർത്താവ് മനസ്സിലാക്കി. ആരും പറഞ്ഞതല്ല, ഈശോ ദൈവമായതുകൊണ്ട് മനസ്സിലാക്കി. പിന്നെ ഈശോ മനസ്സിലാക്കിയത് ഏക മകനാണെന്ന് മനസ്സിലാക്കി. ചെറുതല്ല വിഷയം നിസ്സാരമല്ല. നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഡീറ്റെയിൽസ് കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഓരോ ദിവസവും സാക്ഷ്യം പറയണത്? നമ്മുടെ അൾത്താരയിൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് സാക്ഷ്യം പറയുന്ന ആൾക്കാർ. ദാറ്റ് മീൻസ് നിൻ്റെ ഡീറ്റെയിൽസ്, നിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാം ഈശോ ഇങ്ങനെ സ്കാൻ ചെയ്ത്, നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കാനിങ് റിപ്പോർട്ടുള്ള കർത്താവിൻ്റെ കയ്യിലാണ്. ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ വിധവയുടെ ഈ ശവമായി കിടക്കുന്ന മകൻ ആ വിധവയുടെ ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയുടെ മകനാണ്. അതല്ല നമുക്ക് സങ്കടപ്പെടുന്നത്, അതിൽ വേറെ ഇനി അവൾക്ക് ഭക്ഷണം കൊടുക്കാനോ വേറെ എടുത്ത് കൊടുക്കാനോ ആരുമില്ല എന്ന് കണ്ടാലേ കർത്താവ് വല്ലാത്തൊരവസ്ഥയിലാകും. നമ്മൾക്ക് ആരുമില്ല എന്ന് കണ്ടാൽ. പക്ഷെ നമ്മളത് അംഗീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ പ്രശ്നം നമ്മളിതെല്ലാം എല്ലാവരും ഉണ്ടെന്നും ധരിച്ച്, നമ്മുടെ ഏറ്റവും വലിയ അപകടം അതാണ്. ഞാൻ എൻ്റെ കൊച്ചച്ഛനോട് ക്ലിയറച്ചനോട് പറഞ്ഞതിന്, നമ്മളൊക്കെ വിശുദ്ധരാണെങ്കിൽ മാതാപിതാക്കന്മാർ മരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അച്ഛൻ ഞെട്ടിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്തസാക്ഷിയാകാൻ നമ്മുടെ മാതാപിതാക്കന്മാർ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ രക്തസാക്ഷിയാകാൻ പറ്റത്തില്ല. ഞാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. നമുക്ക് കർത്താവിന് വേണ്ടി കമ്മിറ്റഡ് ആകണം. അവസാനം രക്തസാക്ഷ്യത്തിലേക്ക് വരുന്ന ഒരു സമയം വന്നാൽ നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് പിന്തിരിപ്പിക്കും. നിനക്ക് പത്രോസിനെ പോലെ പറഞ്ഞില്ലേ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ മാതാപിതാക്കന്മാർ പോലും കർത്താവ് സാത്താനെന്ന് വിളിച്ചെന്ന് വരും. സാത്താനെ, നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കണത്, മാനുഷ്യ കാര്യം, നീ എൻ്റെ പിന്നിൽ പോകാൻ പറയും. ക്രിസ്തു അതിനു വേണ്ടി മാത്രം പോകുന്നയാളാണ്. നമ്മുടെ ജീവിതം മൊത്തം സമർപ്പിക്കാൻ വേണ്ടി മാത്രം പോകുന്നത് കൊണ്ടാണ് ക്രിസ്തു നമ്മളെയും അതുപോലെ കാണുന്നത്. ഇപ്പം നിങ്ങൾ ക്രിസ്തുവിനെ എന്തുമാത്രം സഹോദരങ്ങളെ ജോലി, വീട്, വിവാഹം ചോദിക്കണതൊക്കെ ഈശോ തന്ന് നിന്നെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ നീ ക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കഥയൊന്നുമില്ല. എന്താ കാര്യം? ബൈബിൾ എന്താ പറയണത്? സാത്താനും ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ട് ഇല്ലേ? 2:19 എടുത്തേ, യാക്കോബിന്റെ ലേഖനം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബ് 2:19, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അത് നല്ലത് തന്നെ, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. അവർ ദൈവം ഏകനാണെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നു. ഈ പിശാചുക്കളുടെ വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ തന്നെയാണ് നമ്മളെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ദൈവം വലിയ പ്രാധാന്യം കൊടുക്കണില്ല. മനസ്സിലായില്ലേ? ആദ്യം ഈ പത്രോസ് പിശാചുക്കളുടെ വിശ്വാസത്തിൻ്റെ നിലവാരത്തിലായിരുന്നു. പത്രോസിൻ്റെ പ്രശ്നം അതാണ്. പത്രോസിൻ്റെ വിശ്വാസം വലിയ വിശ്വാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു പ്രയാസകരമായ സാഹചര്യത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ പെട്ടെന്ന് വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ, പിശാചിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസം വരും. പത്രോസിന് വന്നതാണ്. എന്താ ഈശോ പറഞ്ഞത്? മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നു, അവരവനെ പീഡിപ്പിക്കും, അവരവനെ വധിക്കും, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. അത് പത്രോസ് ശ്രദ്ധിച്ചില്ല. വധിക്കും എന്ന് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാണ് പത്രോസ് കേട്ടത്. പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ തന്നെ പത്രോസിൻ്റെ വിശ്വാസം പിശാചിൻ്റെ നിലവാരത്തിലേക്ക് വന്നു. അതാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ ഓർക്കുക, പ്രയാസങ്ങൾ വരുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് വരുന്നുവെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ താഴ്ച ഉണ്ടായാൽ നിങ്ങൾ പിശാചിൻ്റെ വിശ്വാസത്തിലേക്ക്, നിലവാരത്തിലേക്ക് താഴുകയാണ് ചെയ്യണത്. യു ഗോട്ട് ദ പോയിന്റ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്.
സത്താനെ നീ എൻ്റെ പിന്നിൽ പോകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 8:33. മർക്കോസ് 8:33. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനേ, നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സമീപിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്ത പക്കാ മാനുഷികമാകും. പക്കാ മാനുഷികമായ ചിന്താഗതിയോട് ജീവിക്കുന്ന ഒരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ടു പോകാൻ യേശുവിന് പറ്റത്തില്ല. അയാളെ പുറകിൽ പോകണം. അതാണ് പ്രശ്നം. അതാ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയും. പക്കാ മാനുഷികമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്നാ തടയും, നമുക്ക് എന്നെ കിട്ടും. നീ ഉടമ്പടി എടുത്താണല്ലോ, അത് പുതുക്കിയതാണല്ലോ, എന്നിട്ടും PR കിട്ടിയില്ലല്ലോ. അപ്പോൾ അതിനോട് എന്ന് കണ്ട് നീ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിൽ എഴുന്നേക്കാൻ താമസിച്ചു പോയാൽ നീ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. കാരണം മനസ്സിലായില്ലേ? ഇപ്പം നീ ഇപ്പോൾ 2 പ്രാവശ്യം ഉടമ്പടി പുതുക്കി, എന്നിട്ടും നിനക്ക് എന്താണ് PR ആയില്ല, PR ഒത്തില്ല, അല്ലെങ്കിൽ വസ്തു വിറ്റില്ല. അതോടുകൂടി നീ പിറ്റേ ദിവസം എന്താ ചെയ്യണത്? ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലേണ്ടത് പണ്ടത്തെ ആ ഉസ്സിരി കാണിക്കണില്ല. എഴുന്നേക്കാൻ താമസിച്ചു പോയി. നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എഴുന്നേക്കാൻ താമസിച്ചു പോയാൽ ഉടമ്പടിയും നിങ്ങൾ പുറത്താകും. നിങ്ങൾക്ക് അവർക്ക് എപ്പോഴെങ്കിലും ചെല്ലാൻ മതി, എപ്പോഴെങ്കിലും ചെല്ലാൻ പോരാ. 5:30 to 6:30 എൻ്റെ ടൈം, മാക്സിമം 5:30 എൻ്റെ ടൈം. അതെന്താ കാര്യം? അത് ബൈബിൾ അനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ 119, 147 എടുത്തേ വചനം, സങ്കീർത്തനം 119, 147. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 119 സങ്കീർത്തനം 147 തിരുവചനം. അതിരാവിലെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5:30 മണിയെങ്കിലും അല്ലേ? അതാണ് അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഉടമ്പടി നീ പ്രത്യാശ അർപ്പിക്കണം എപ്പോഴാണ്? അതിരാവിലെയാണ്. അതാണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 5:30 എന്ന് പറയണത്. 5:30 to 6:30 എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിച്ചുകൾക്ക് കൂടി, കുറച്ച് മടിച്ചുകളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് 6:30 എന്ന് പറയണത്. ശരിക്കും 5:30 5:30 അതിനുള്ളിൽ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. കാര്യം ആ വചനം വായിച്ച് അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പറഞ്ഞേ, ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് വാഗ്ദാനം ഉള്ളത്? ഓൾമോസ്റ്റ് ഓൾ തിങ്സിന് വാഗ്ദാനമാണ്. എല്ലാത്തിനും, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും. നമ്മുടെ ഈ സാക്ഷ്യങ്ങളുടെ വെറൈറ്റി കേട്ടാൽ മനസ്സിലാകും. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്താണ്? വാഗ്ദാനം എന്ന ഉടമ്പടിക്ക് ബൈബിളിൽ പല പേരാ പറയണത്. വാഗ്ദാനം എന്ന് പറയും, കൽപ്പന എന്ന് പറയും, നിബന്ധന എന്ന് പറയും, നിയോഗമെന്ന് പറയും, ഉടമ്പടി എന്ന് പറയും. അപ്പം ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തെ പ്രത്യാശ അർപ്പിക്കണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങുമായിട്ട് ചെയ്ത ഉടമ്പടിയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ആ പ്രത്യാശ അർപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് 10 മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു. പിടിയിട്ടില്ല. അപ്പോൾ അത് പ്രത്യാശയുടെ ബന്ധം. നീ രാവിലെ എഴുന്നേൽക്കുന്നത് പ്രത്യാശയുമായിട്ടാണ് ബന്ധം കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കിടന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാൻ പറ്റത്തില്ല. പ്രത്യാശ ഇല്ലാത്തവരാ. ഇഷ്ടമുള്ളപ്പോൾ കിടന്ന് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വചനത്തിൽ ഉടമ്പടി പ്രത്യാശ ഉള്ളവർ അതിരാവിലെ എഴുന്നേൽക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങാൻ നോക്കണം. ജീവിതത്തിന് ചിട്ട വേണം.
അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ ചട്ടങ്ങളെ ചിട്ടയോടെ പരിപാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രമപ്പെടുത്തുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിച്ച് നിങ്ങൾക്ക് വചനം കിട്ടാൻ വേണ്ടി, അച്ഛന് വചനം കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് വചനം മനസ്സിലാക്കാൻ വേണ്ടി, കർത്താവ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി അശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. കർത്താവ് ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ മക്കളെയും നീ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്ന, അവർക്ക് എല്ലാവർക്കും ആവശ്യമായ വചനങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കണ്ണിനെ സ്ഥാപിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ആരാധന. സ്വർഗ്ഗകവാടം തുറന്ന് ഞങ്ങൾക്ക് വചനം നൽകണമേ. വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ആൻസി എളവൂർ. അവിടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവർ തീക്ഷമതിയായ ഒരു ലേഡിയാണ്. കേൾക്കുമ്പോൾ അറിയാം. ചിലർക്ക് ഉടമ്പടിയൊക്കെ എടുക്കുമ്പോഴേ അവർക്ക് ബേസിക്കായിട്ട് ഫെയ്ത്ത് ഉണ്ട്, ബേസിക്കായിട്ട് ദൈവസ്നേഹമുണ്ട്. അത് പിന്നെ വെൻ ഇറ്റ് സെറ്റ് ഇൻ ടു ദി കവനന്റ് പ്രെയർ അത് ആക്സലറേറ്റ് ചെയ്യും. ഇപ്പോൾ ബേസിക് ഫെയ്ത്ത് ഉള്ളവരില്ലേ, ബേസിക് ചിലർക്കിങ്ങനെ ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കണം, വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഇവർക്ക് ബേസിക് ഫെയ്ത്ത് ഉള്ള ആളാണ്. ബേസിക് ഫെയ്ത്തും അത് ആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള കഴിവൊക്കെ ഉള്ള ആളാണ്. അത് വലിയ സന്തോഷമാണ്. അതായത് നമുക്ക് ഉടമ്പടി സാക്ഷ്യം പറയുന്നവരെ കേട്ടാൽ മനസ്സിലാകും. അതായത് അവർക്കുള്ള സ്വതസിദ്ധമായ വിശ്വാസമില്ലേ, അവർക്കുള്ള സ്വതസിദ്ധമായ ദൈവസ്നേഹം, അവർ ഉടമ്പടിയിലേക്ക് വരുന്നു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അതിൻ്റെ അകത്ത് പ്രയോഗിക്കും. അങ്ങനെയാണ്. പിന്നെ ദൈവമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിടത്തില്ല എന്ന് പറയണത്. ഓരോ സാക്ഷ്യം പറഞ്ഞിട്ടും പറയും ഞാൻ എൻ്റെ അമ്മയെ വിടത്തില്ല എന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ 2012 അവർ നഴ്സിംഗ് പാസ്സായ ആളാണ്. അപ്പം അവർ പറയണത് അവരുടെ വീട്ടിൽ, ഇനി ഏത് വീട് കെട്ടിച്ച് വിടാൻ വേണ്ടിയാണോ അവരുടെ സ്വന്തം വീടാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അവരെ എപ്പോഴും ആക്രമിക്കുന്നവരും അവരെപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ പറയണത് നീ ഇവിടെ വന്നിട്ടാണ് ഇത് മുടിഞ്ഞു പോയത്, കുടുംബം മുടിഞ്ഞു പോയത്, നിന്നെ എന്തിനു കൊള്ളാം, ഇതിന് എന്തിനു കൊള്ളാം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ നേരം വെളുക്കുകയും ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവൾ ഇരുന്ന് കർത്താവിനോട് കാര്യം, കർത്താവേ എന്നെ നീ അല്ലേ കുറ്റപ്പെടുത്തേണ്ടത്, ഈ മനുഷ്യന്മാരെന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അവളുടെ കുറ്റപ്പെടുത്തലിലൂടെ അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും കർത്താവിൻ്റെ അക്കൗണ്ടിൽ വെച്ചാണ് അവൾ വിശ്വാസപൂർവ്വം അതിനെ തരണം ചെയ്യണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് അവൾ നീ ഉടമ്പെടുക്കാൻ പറഞ്ഞത്. അതായത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വഴിമുട്ടി പോകുമ്പോൾ ദൈവം തന്നെ അവരോട് പറയവേ ഉടമ്പെടുക്കാൻ പറയും. എത്ര പേരാണെന്നാണ് ഇവിടെ സാക്ഷ്യം പറയണത്. അവരുടെ ജീവിതത്തിൽ ഒരു ഇങ്ങനെ വളരെ വല്ലാത്ത മോശം കണ്ടീഷൻസ് വരുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അവർക്കൊരു നോട്ട് കൊടുക്കും ഉടമ്പടി എടുക്കാൻ. അതറിയണമെങ്കിൽ ഈ ദിവസം ഷീജ എന്നും പറഞ്ഞ് സെൻദേവ്, ഷീജ സെൻദേവ് അമ്മയും മകനുമാണ്. അപ്പോൾ അവർ ശ്രീ ചിത്രയിൽ ഒരു ഓപ്പറേഷന് വേണ്ടി ചെന്നിരിക്കുന്നതാണ് ഷീജ. അവരുടെ സാക്ഷ്യം നല്ല രസമാണ് കേൾക്കാൻ. എന്നുവെച്ചാൽ അവരുടെ മകന് ഹൃദയത്തിൻ്റെ അരികിൽ അകത്ത് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു സിസ്റ്റ് വളർന്നു വരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലൂയിഡൊക്കെ ഉണ്ട്, അത് കാരണം ശ്വാസം മുട്ടലുണ്ട്, അത് കാരണം അവൻ മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അവനെ മേജർ സർജറിക്ക് ഇവിടെ ശ്രീജിത്തിലേക്ക് കൊണ്ടുപോയിരിക്കുക. പക്ഷേ ഹൃദയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഞരമ്പിൻ്റെ അടുത്താണ് ഈ സിസ്റ്റ് ഇരിക്കുന്നത്. അപ്പം സിസ്റ്റയുടെ തൊട്ട ഹൃദയ ഞരമ്പ് ഛേദിച്ചു പോകും, മരിച്ചു പോകും. അപ്പോൾ കാരണം ഡോക്ടർമാരെ തൊടുന്നില്ല. അതുകൊണ്ട് അവർ പറയണത് ജീവിച്ചിരിക്കണം, അത്രയും ജീവിച്ചിരിക്കട്ടെ,
ജീവിച്ചിരിക്കണം അത്രയും ജീവിച്ചിരിക്കട്ടെ, അത്രയും നമുക്കവനെ കാണാമല്ല. അവരമ്മയോട് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവർ പറയും. അതിനകത്ത് എന്ത് ഭവിഷ്യത്ത് വന്നതല്ല, അതിന് വലിയ ഭവിഷ്യത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. അവനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ രോഗത്തിൻ്റെ അവസ്ഥ അതാണ്, ഹൃദയഞരമ്പ് മുറിഞ്ഞ് അവൻ മരിച്ചു പോകും. അതുകൊണ്ട് കാണാൻ പണ്ട അത്രയും കാലം കാണ് അമ്മ എന്ന് പറയും. അതുകൊണ്ട് ശ്രീചിത്ര ഇവനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സങ്കടപ്പെട്ട് ശ്രീചിത്രയിൽ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് സ്കാനിങ് റൂമിൻ്റെ പുറത്ത് ഷീജ ഇരിക്കുകയാണ്, മകനകത്ത് സ്കാനിങ്ങിന് വിട്ടിരിക്കുകയാണ്, ഇവർ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വേറെ അവിടെ ഇരിപ്പുണ്ട്, ബ്ലഡ് ക്യാൻസറായിട്ട് മകനെ. അപ്പോൾ അവർ സന്തോഷമായിട്ടൊക്കെ ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇവളാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ വേദനിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ആ സംസാരത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഷീജ ഉടനെ അവരോട് ചോദിക്കും, നിങ്ങളെന്താ ഇത്രയും വലിയ കടുത്ത രോഗം വന്നിട്ട് എന്താ നിങ്ങൾക്കൊരു സന്തോഷത്തായിട്ടിരിക്കണം എന്താ? അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങളെന്തിനാണ് പേടിക്കണത്, ഞങ്ങളുടെ കാര്യം കൃപാസന അമ്പാലേ ചെയ്യണമെന്ന്. അയ്യോ, ഈ മനുഷ്യന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കരമാണ് സാർ. അപ്പോഴേ ഇവരോട് ഷീജ ചോദിച്ചാൽ ആരാണ് കൃപാസന അമ്മയെന്ന്. പിന്നെ ഇവർ കൃപാസന അമ്മയെക്കുറിച്ച് അവർ പറയും. അവർ ഈ ബ്ലഡ് ക്യാൻസറുള്ള മാതാപിതാക്കൾ ഷീജയോട് പറയും. അങ്ങനെ ഒരു പത്രം കൊടുക്കും ഉടനെ. പിന്നെ അവർ ഇവിടെ വരും. ഇവിടെ വരുന്ന അവർ ഉടമ്പടിയൊക്കെ എടുത്ത് പോകുമ്പോൾ അപ്പോൾ ഡോക്ടറിൻ്റെ മൈൻഡ് ചേഞ്ച് ആകും. ഡോക്ടർ പറയും, നിങ്ങൾ വേറെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞാൻ നിങ്ങളെ അയക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഓപ്പറേഷൻ ചെയ്താൽ ഹൃദയഞരമ്പ് മുറിയും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഉടമ്പടി തൈലം എപ്പോഴും ഒരു നെഞ്ചത്ത് പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവരതിന് ഉടമ്പടി തൈലമെന്നല്ല ഷീജ വിളിക്കണത്, വിശ്വാസ തൈലമെന്നാണ് വിളിക്കണത്. ഓരോ മനുഷ്യന്മാരെ വിളിക്കണ വിളിയേ അനുഭവത്തിൽ നിന്നല്ല അവർ വിളിക്കണത്. നമ്മൾ ഉടമ്പടി തൈലം എന്ന് പറയും. അവർ പറയും, ഞാൻ വിശ്വാസ തൈലം. അപ്പോൾ വിശ്വാസമാണ് തൈലമായിട്ട് പെട്ടെന്നാണ് അവൾ പറയണത്. ഞാൻ വിശ്വാസ തൈലം എൻ്റെ മകൻ്റെ നെഞ്ചത്ത് പുരട്ടി, എന്നിട്ട് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എനിക്കൊരവസരം തരിക, ഞാനിത് നോക്കാം, പിന്നെ സങ്കടം വന്നാൽ നമുക്ക് 50-50. പക്ഷേ മനസ്സായി ഡോക്ടറിന് മനസ്സായി ഓപ്പറേഷൻ ചെയ്യാൻ. അത്രയും അമ്മ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഉടനെ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് മകനെയും ഉറക്കറെ ഇനി ദൈവനിശ്ചയം അതാണെങ്കിൽ സ്വീകരിക്കാൻ അവനും തയ്യാറായി. പക്ഷെ അവൻ ഓപ്പറേഷന് കയറാൻ നേരത്ത് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ നെഞ്ച് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അമ്മ വന്ന് എൻ്റെ കൂടെ നിൽക്കുക എന്ന് ഷീജയോട് ചോദിക്കും. അപ്പോൾ ഷീജ പറയും, തീർച്ചയായിട്ടും വന്ന് നിൽക്കും, ഞാനല്ല നിൻ്റെ അമ്മ, പരിശുദ്ധമ്മ, കൃപാസനം മാതാവെന്ന്. ശ്രദ്ധിക്കട്ടെ. സമയങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഞങ്ങൾക്ക് നൽകണമേ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാനം പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇപ്പോഴും ആൾക്കാരുടെ ഒരു അനുഭവം എന്ന് പറയണത്, ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനിൽ അമ്മ നേരിട്ട് ഹാജരാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്നിട്ട് അവരൊക്കെ സാക്ഷ്യം പറയുന്നവർ പറയും, ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്നറിയാമോ, എൻ്റെ ഈ സാക്ഷ്യം എടുത്തിട്ട് വേണം സഭ അമ്മയുടെ പ്രത്യക്ഷീകരണം പഠിക്കാൻ. അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു. ഇന്നലെ ആൾക്കാരിപ്പോൾ ഇതിന് മുമ്പത്തെക്കാളും വളരെ സീരിയസ് ആണ്, മുമ്പത്തെക്കാൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉടമ്പടി എടുക്കുന്നത്. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഏത്യസ്റ്റായിട്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയാവണം. കാര്യം കൃപാസന അമ്മയെന്ന് പറയുന്നത് ഫാത്തിമ മാതാവല്ലല്ലോ, അത് വേളാങ്കണ്ണി അമ്മയല്ല, അത് ലൂർദ് മാതാവുമല്ല. പിന്നെ ആരാണ്? കൃപാസന ആൾക്കാർ 2004 ഡിസംബർ 7 2:30 ഇവിടെ
സമയഘടികാരം നെറ്റി ചാർത്തി ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് കൃപാസനം മാതാവ് എന്ന് പറയണത്. അപ്പോഴേ ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവാണ്. മനുഷ്യൻ്റെ വ്യക്തിപരമായ ദുരന്തമായാലും ശരി, രാജ്യത്തിൻ്റെ ദുരന്തമായാലും ശരി, ലോകത്തിൻ്റെ ദുരന്തമായാലും ശരി, എല്ലാ ട്രാജഡിയും കലാമിറ്റിയും അമ്മ കൈകാര്യം ചെയ്യാൻ വേണ്ടി ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്ത് നിയോഗിക്കപ്പെട്ടയാളാണ്. അതുകൊണ്ടാണ് ആൾക്കാരുടെ ഓരോ ലൈഫ് സിറ്റുവേഷനിലേക്കും അമ്മ ആളാം പ്രതി കടന്നു വരണത്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എന്റെ ദുരന്തപൂർണമായ ശാരീരിക ദുരന്തം, സാമ്പത്തിക ദുരന്തം, വിദ്യാഭ്യാസ ദുരന്തം, ജീവിത പങ്കാളിയെ കിട്ടാത്ത ദുരന്തം, വരുമാനമില്ലാത്ത ദുരന്തം, ശാരീരിക രോഗത്തിന്റെ ദുരന്തം, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങളെ, വീടില്ലാത്ത ദുരന്തങ്ങളെ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ദുരന്തം, അങ്ങനെ എന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എല്ലാ ദുരന്തങ്ങളിലേക്കും എനിക്ക് ആശ്വാസം പകരാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവമാതാവേ, മാതാവേ, പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാനപേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.